ആയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് പാർട്ട് 1 വന്ന സമയത്ത് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു പാർട്ട് 2 ചെയ്യാൻ പറഞ്ഞിട്ട്. നമ്മൾ കളിക്കുന്ന ഈ ചാലഞ്ചസിലും ഗെയിംസിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാലഞ്ച് ആണ് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതായിട്ടാണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത്. പാർട്ട് 1 കണ്ടവർക്ക് ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ അറിയാം. ഈ ചുറ്റിലും കാണുന്ന കളർ സിലിണ്ടേഴ്സിന്റെ ഉള്ളിലായിരിക്കും ഗൈസ് നമ്മൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നിൽക്കുകയാണെങ്കിൽ ഇത്ര ഉണ്ടാവും. ഷാമിന്റെ ഏകദേശം കറക്റ്റ് സൈസിനാണ് ഇതുള്ളത്. കണ്ടോ, കറക്റ്റ് ഒരു ലെവലിലാണ്. പിന്നെ പറഞ്ഞാൽ ഒരാൾക്ക് നല്ല വൃത്തിക്ക് വിശാലമായി നിൽക്കാനുള്ള സ്പേസും ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഒളിച്ചിരിക്കാനും പറ്റും. പാർട്ട് 1 പോലെ തന്നെ നമുക്ക് ഒരുപാട് പല കളറിലുള്ള സിലിണ്ടേഴ്സ് നമ്മുടെ ചുറ്റിനുണ്ട്. ഒരുപാട് സ്പേസ് ഉണ്ട്, കാരണം നമുക്ക് ഇങ്ങനെ ഓടി നടക്കാം. അതെ, കണ്ടുപിടിക്കേണ്ട ആൾ ഇതേപോലെ ഓടി ഓടി നടന്നിട്ട് വേണം കണ്ടുപിടിക്കാൻ. നമ്മൾ ഏതിന്റെ ഉള്ളിലാന്ന് അറിയില്ല. രണ്ടുപേരായിരിക്കും ഒളിക്കുക, ഒരാളായിരിക്കും കണ്ടുപിടിക്കുക. പാർട്ട് 1 സത്യം പറയും എനിക്ക് ഷാമിക്ക് പണി കിട്ടി കിട്ടി കിട്ടി. അയ്യോ, അത് എന്റെ ചാലഞ്ച് ആയിരുന്നു. കാര്യം ഞാൻ ഒളിച്ചിരിക്കുന്നു. ഒന്നെങ്കിൽ ഇവളെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കും. അല്ലാണ്ട് ഞാൻ രണ്ടാമതാ കണ്ടുപിടിക്കും. അതിലില്ല, ഞങ്ങൾ രണ്ടാൾ മാത്രമാണ് ഗെയിം. അതെ, അതുകൊണ്ട് പണിഷ്മെന്റ്സ് ഒക്കെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. 1-2 പണിഷ്മെന്റ് അങ്ങനെ വേണ്ട. അപ്പൊ ചാലഞ്ച് ആദ്യമായിട്ട് കാണുന്നവർക്ക് നമ്മൾ റൂൾസ് പറഞ്ഞുതരാം. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളായിരിക്കും അറ്റ് എ ടൈം ഗെയിം കളിക്കുന്നത്. ബാക്കിയുള്ള 2 പേര് ഇത്രയും സിലിണ്ടേഴ്സിന്റെ ഉള്ളിൽ ഏതെങ്കിലും 2 സിലിണ്ടേഴ്സിൽ ഒളിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ഈ കണ്ടുപിടിക്കുന്ന ആള് എങ്ങനെയെങ്കിലും ഈ 2 ആൾക്കാരെ ഗസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ 3 മിനിറ്റ് സമയം 3 ചാൻസസ് മാത്രമായിരിക്കും ഉണ്ടാവുക. ആ 3 ചാൻസസ് ഉപയോഗിച്ചിട്ട് 3 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിൽ ഇത്രയും കളർ സിലിണ്ടേഴ്സിന്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും മിനിമം കണ്ടുപിടിക്കണം. അഥവാ കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കള്ള പണിഷ്മെന്റ് എടുക്കേണ്ടി വരും. ഇനി ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ആദ്യം കണ്ടുപിടിച്ചത് ആരെയാണോ അവര് പണിഷ്മെന്റ് എടുക്കേണ്ടി വരും. പണിഷ്മെന്റ് എടുത്താൽ മാത്രം പോരാ, പിന്നെ അടുത്ത റൗണ്ടിൽ കള്ളനായിട്ട് വരേണ്ടത് കണ്ടുപിടിച്ച ആളായിരിക്കും. അപ്പൊ ഇത്തവണ നമുക്ക് ഒരുപാട് വെറൈറ്റി പണിഷ്മെന്റ്സ് ഉണ്ട് ഗൈസ്, കാണിച്ചു തരാം. ഈ തവണ നമുക്ക് പണിഷ്മെന്റ് ആയിട്ട് വരുന്നത് നല്ല അടിപൊളി എരിവുള്ള പച്ചമുളക് ഉണ്ട് ഗൈസ്. പിന്നെ ചെറുനാരങ്ങ ഉണ്ട്, നല്ല ജ്യൂസ്, കൈപ്പക്ക ജ്യൂസ്, ഫ്രഷ് ആയിട്ട് അടിച്ചു വെച്ച കൈപ്പക്ക ജ്യൂസ് ഉണ്ട്. പിന്നെ 3 കളറിലുള്ള സ്നോ സ്പ്രേ ഉണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. പിന്നെ പൗഡർ ഇതിങ്ങനെ മുഖത്ത് പിന്നെ ഗ്രീൻ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ഉണ്ട്. ഇവിടെ പച്ചമുളകൊന്നും പോരാഞ്ഞിട്ടാന്ന് തോന്നുന്നു. സോസുകൾ കഴിക്കാനുള്ള പൗഡർ വരെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഉള്ളത് ഗൈസ് ഇതാണ്. ഇത് നമുക്കുള്ള ആയുധമാണ്. എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സിലിണ്ടർ ഡൗട്ട് തോന്നിയാൽ ഇതേ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലാളുണ്ടോ എന്ന് നോക്കാം. പക്ഷെ നമുക്ക് 3 ചാൻസ് ഉള്ളൂ കേട്ടോ. 3 പ്രാവശ്യം ഇങ്ങനെ സിലിണ്ടേഴ്സിൽ അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാം മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നത്. ഷാമിക്ക് തന്നെയാണ് വേണ്ടി പോവാ, കണ്ടുപിടിക്കാൻ പറ്റൂല, തിരിച്ചു വരാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ആരാണ് കള്ളന്നല്ല തീരുമാനിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് കള്ളനാവണ്ട, ഫസ്റ്റ് കള്ളനായത്. പിന്നെ കള്ളനോട് കള്ളൻ ഞാൻ തന്നെ. എനിക്ക് ആയാലും കുഴപ്പമില്ല. എന്തായാലും നോക്കാം ഗൈസ്, നമ്മൾ 3 ആളെ പേര് എഴുതിയിട്ടുണ്ട്. ഞാൻ നോട്ട് എടുക്കാം. വേണ്ട, ശ്രീ എടുത്തപ്പോഴും നല്ലത് ശ്രീനെ ഞാൻ വെച്ച് അടിക്കും. ഞാൻ അപ്പോഴും ഫസ്റ്റ് എനിക്ക് നടക്കൂല. അതെ, ലോട്ടറി കിട്ടി. ലോട്ട് അത് വിചാരിക്കുന്നുണ്ട് എപ്പോഴും ഷാമിന്റെ ആയതുകൊണ്ട്. അത് 5 3 അങ്ങനെ 3 ആളെ പേരുണ്ട്. സാരില്ല, എന്റെ ഭാഗ്യാണ് ഞങ്ങളെ കണ്ടുപിടിക്കുക എന്നുള്ളത്. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഫസ്റ്റ് വിളിക്കണം, അതാ ഇഷ്ടം. പോയിക്കോ. ഇത് കസുണ്ട് കേട്ടോ കുറച്ച്. ആരെ കണ്ടുപിടിച്ചാ മതി ഷാമി കഴിച്ചില്ല. ഷാമി പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാ തീരുമാനിച്ചിട്ട് വിളിക്കട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആ മഞ്ഞൾ വിളിച്ചാലോ. ഇവിടെയൊക്കെ ഒന്ന് നോക്കട്ടെ. ഇതിൽ ഞാൻ വിളിക്കാം. എനിക്ക് ഇവിടെ ഈ ഒരു സൈഡിലായതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ എനിക്കൊരു ഡൗട്ട്. ഞാൻ ഒന്നെങ്കിൽ ഇതില് അല്ലെങ്കിൽ ഇതില് ഇത് വേണം. ആ നീല ഉറപ്പാ. ഞാൻ പറഞ്ഞിട്ട് നീ ഓളെ പോയി പിടിച്ച എന്നെ പറയരുത്. ഞാൻ ഇതിൽ വിളിക്കാം. അതാന്നല്ലേ, നേരെ ആവുമ്പോ ചിലപ്പോ ഇരിക്കൂലെന്ന് വിചാരിച്ചിട്ട് ആക്കിയാലോ. ഇന്നൊന്ന് ഇതിന്റെ ഉള്ളിലാക്കി തരുമോ? നീ വിളിച്ചോ. നോക്കിക്കോ, അവിടെ നിന്ന് ദൂരെ നിന്ന് നോക്കുന്നത്. മുന്നോട്ട് മുന്നോട്ട് വാ. മുന്നോട്ടാ. അവിടെ നിന്നോ കറക്റ്റ് അല്ലേ? മറിയൊന്നുമില്ലല്ലോ. കല്ലു ഇന്റെ ഇളക്കം നിർത്തണ. ഇളക്കം നിർത്തിയിട്ട് വഴകുന്നത്. സല്ലു സ്ഥലം മാറിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ റെഡി ഗൈസ്. ഞാനും റെഡി ആയി. ഞാൻ റെഡി ആയി ഗൈസ്. കഴിഞ്ഞ തവണത്തെ കുറെ പ്രതികാരങ്ങൾ എനിക്ക് ഇത്തവണ വീട്ടാൻ. ഇതിനെന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ടോ? 2 മിനിറ്റ് 30 സെക്കൻഡ് ബാക്കി.
2 മിനിറ്റ് 30 സെക്കൻഡ് ബാക്കിയില്ലേ? എനിക്കൊന്ന് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. എവിടുന്ന് ഒരു അനക്കം കേട്ടോ? അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ? ഞാൻ ഫസ്റ്റ് ഈ യെല്ലോ സെലക്ട് ചെയ്യാം. എനിക്ക് എന്തോ ഈ യെല്ലോ നിൽക്കണ എന്തോ ഒരു പന്തിക്കേട് തോന്നുന്നു. അടിക്കട്ടെ. ഉണ്ടാവണേ കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഫസ്റ്റ് സ്ക്രീനെ കണ്ടുപിടിച്ചല്ലേ? കണ്ടുപിടിച്ച് കളിക്കുന്നു. എനിക്ക് സമാധാനമായി കേസ്. എന്തായാലും ഞാൻ കളറാവണ്ടല്ലോ. 1 മിനിറ്റ് 40 സെക്കൻഡ് ബാക്കിയില്ലേ? ഫസ്റ്റ് നോക്കിയാ വയലറ്റ് സെലക്ട് ചെയ്യാട്ടോ. എനിക്കത് എന്താന്ന് അറിയില്ല. ചിലപ്പോ ഫസ്റ്റ് തന്നെ ഞാൻ നോക്കൂല, മുന്നിൽ നിൽക്കുന്നത് നോക്കൂല, ചിലപ്പോ 5 മിനിറ്റ് ഉള്ളിൽ കളിക്കും. അടിക്കട്ടെ. ഇല്ല, ഒരു ചാൻസ് കൂടെ ഉണ്ട്. ഞാൻ ഈ ഗ്രീൻ സെലക്ട് ചെയ്യാം. അല്ല, ഗ്രീൻ സെലക്ട് ചെയ്യണോ? അല്ലെ ബ്ലൂ വേണ്ട. ബ്ലൂവിൽ ആളുണ്ടെന്ന് തോന്നുന്നില്ല. ആ ബ്ലൂ, ഈ ഗ്രീൻ. ഞാൻ ആ ബ്ലൂ സെലക്ട് ചെയ്യാം ഗൈസ്. എനിക്ക് ഇത് നിൽക്കുന്ന കണ്ടിട്ട് നേരത്തെ സ്ക്രീൻ പോലെ തന്നെ ഒരു തോന്നൽ. അടിക്കട്ടെ. ഇല്ല, 3 ചാൻസ് കഴിഞ്ഞ്. എന്നാലും വേണ്ടില്ല, സ്ക്രീനെ കണ്ടുപിടിച്ചല്ലോ. അത് മതി. 5 പോരെ. 5 എന്താ അല്ലല്ല, ഞാൻ അവിടെ ഉള്ള ഗ്രീന്. തീരെ സംശയം തോന്നില്ലല്ലേ? ഇല്ല, 5 കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതെന്താണെന്ന് അറിയില്ല. എനിക്ക് ശ്രീന്റെ ഞാൻ അവിടെ ചിരിച്ചു മതിയായിട്ട് തുടക്കത്തിൽ തന്നെ പോയതാ. കണ്ടുപിടിക്കണ പോയതാ. ശ്രീ എന്റെ അടുത്ത് തരണ്ടോ? എന്താ ഡയലോഗ്? ഞാൻ അവിടെ നിന്നാലും ഇവിടെ തന്നെ ആവുമ്പോൾ മുന്നേ തന്നെ ആവുമ്പോ ഞാൻ ആരും സെലക്ട് ചെയ്യൂല. എന്ത് തോന്നുന്നു? നല്ല തുടക്കല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ സല്ലു. നേരെ വരുന്നു, ഞാൻ ഈ യെല്ലോയിൽ നിക്കാം. എനിക്ക് അതാ നല്ലത് തോന്നുന്നു. ഞാൻ അവിടെ തന്നെ നിൽക്കാം. ഈ സൈഡ് ആവുമ്പോൾ കണ്ടുപിടിക്കലെന്നൊക്കെ പറഞ്ഞു നിന്നതാ. കുറച്ച് കോൺഫിഡൻസ് കൂടി പോയി, അതിന്റെ ഒരു പ്രശ്നം. ഇത്രയും പണിഷ്മെന്റ്സ് കണ്ടിടയ്ക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഗൈസ്. എന്നാലും കുറച്ചുകൂടെ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ. കൈപ്പക ജ്യൂസ് തോന്നി എനിക്ക്. അപ്പൊ കുറച്ച് കൈപ്പക ജ്യൂസ് കുടിച്ചിട്ട് തുടങ്ങാം. ശ്രീ നല്ലൊരു തുടക്കാവട്ടെ. നല്ലൊരു തുടക്കാവട്ടെ. ഇതെന്താ വരാത്ത? അത് തുറക്കുന്ന അപ്പുറത്തെ സൈഡിലാണ്. അയ്യോ, മതില്ലേ? മതി, കുടിച്ചാ മതി. ഒറ്റ കണ്ണടക്കിയാ കുടിക്കാം. കാര്യം ഇനി റൗണ്ടുകൾ ഉണ്ടേ. നല്ല കൈപ്പൊക്കെ അരച്ച സ്മെല്ലുണ്ട് അതിന്. അത് പറഞ്ഞ പോലെ കയ്യിൽ പോയി. വേഗം കുടിക്കേ. ഇത് വേണം അടുത്ത റൗണ്ടിൽ ഈ പോവാൻ. വേദന ഉണ്ടെങ്കിൽ അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഇനി പോയിക്കോ. ആയുധം പിടിച്ചു. ഇനി ഞാൻ പോയി വിളിക്കട്ടെ. ഇനി ഈ ഒരു വാശിയില് ഇന്ന് കണ്ടുപിടിക്കാതെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്തെങ്കിലും പണിയൊക്കെ കൊടുത്തിരുന്നു. ഞാൻ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചിരിക്കും. അമ്മ കുളിക്കാം. എങ്ങനെ വിളിക്കൂ? ഞാൻ കണ്ടുപിടിക്കൂല. ഇല്ല, ഇങ്ങനെ നിന്നാ മതി. കുറച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. നേരത്തോളം മഞ്ഞയിൽ ഒളിച്ചത് കൊണ്ട് ഈ മഞ്ഞയിൽ പോയി ഒളിച്ചോളൂ ചിലപ്പോ കണ്ടുപിടിക്കൂല. അത് ഈ അതിൽ ഒളിച്ചോ. എനിക്ക് എത്ര ധൈര്യം വരും. ഞാൻ വേറെ ഒളിച്ചോളാം. എനിക്ക് പറഞ്ഞിട്ട് പോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ ഇതിലിരുന്നാലോ? എനിക്ക് ഇതിലിരിക്കാന്നാ തോന്നുന്നത്. ഞാൻ ഇതിലിരിക്കാൻ കഴിച്ചു. മുന്നേ തന്നെ ഞാൻ നേരത്തെ ആ ബുദ്ധിയാണ് പ്രയോഗിച്ചത്. ഇവിടെ നേരെ കാണുമ്പോൾ അവിടെ മോള് ചിലപ്പോൾ പ്രതീക്ഷിക്കില്ല വെച്ചിട്ട് അവിടെ പോയിന്ന്. അതുപോലെ ഞാൻ ഇവിടെ നിൽക്കാം. ഒരു കാര്യം ചെയ്യാം. 5 ഇതിലിരുന്നു. ഞാൻ അതിലിരിക്കാം. 2 ആള് മുന്നിൽ, ഒരാൾ ബാക്കിൽ, ഒരാൾ മുന്നിൽ. ഇത് കറക്റ്റ് അല്ലേ? കറക്റ്റ് കണ്ടാ തോന്നൂല അതിൽ ആളുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെയാണൊക്കെ തോന്നാറ്. ഇതിൻ്റെ ഉള്ളിലാട്ടോ ഞാൻ കയറുന്നത്. ഞാൻ കയറട്ടെ. ഇത്തവണ ഞാൻ 2 എണ്ണത്തിന് വെറുതെ വിടൂല ഗൈസ്. എനിക്ക് മാക്സിമം 2 ആളെയും കണ്ടുപിടിക്കണം. ഇതിലെന്തോ ഒരു പ്രശ്നം സല്ലു. ഫസ്റ്റ് ഗൈസ് ഞാൻ ഈ ഗ്രീൻ സെലക്ട് ചെയ്യാണ്. എന്റെ ഒരു ചാൻസ് പോയി.
അതെങ്ങനെ ഒരു നൃത്തം? എനിക്ക് മനസ്സിലാവില്ലയോ ഈശ്വര, ഇതില് ഞാൻ തന്നെ കളറാവേണ്ടി വന്ന കോമഡിയോ. 2 ചാൻസും കൂടി ഉള്ളൂ. ഞാൻ ഏതാ സെലക്ട് ചെയ്യാ? ഇതിന് 2-ല് ഞാൻ ഇത് സെലക്ട് ചെയ്യാ. ദൈവമേ, ഒറ്റ ചാൻസ്. അയ്യോ. ഓക്കെ, ഇനി ഒറ്റ ചാൻസേ ഉള്ളൂ. അത് ഞാൻ വളരെ ആലോചിച്ച് ഞാൻ തീരുമാനം എടുക്കണോ? ഈശ്വര, അതിലേക്ക് പോവാൻ എനിക്ക് പേടിയാണ്. ഇത് ചൂസ് ചെയ്താലോ, അല്ലെങ്കിൽ ഇത് വേണോ? ഞാൻ ഇതെടുക്കാം അല്ലേ? കഴിഞ്ഞ് പോരെ. വല്ലാതൊരു അവസ്ഥകളൊന്നും ആലോചിച്ചു. തള്ളിയാൽ മാത്രം പോരാ, കണ്ടുപിടിക്കാനും കൂടി പറ്റണം. ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്താ ആദ്യം പുറത്തിറങ്ങും, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ആദ്യം പുറത്തിറങ്ങ്. നല്ല വിഷമം. അയ്യോ, ഇനി പുതിയ നാട്ടിലെങ്ങനെ പോയി ജീവിച്ചോട്ടെ. ഇങ്ങനെ എങ്ങനെ ഉരുട്ടി തള്ളിവിടാം. കുറച്ച് വിരോധം കുറയ്ക്കണം. എന്തായിരുന്നു ഇവിടെ കിടന്ന്? എന്തായിരുന്നു ഷോ? ഒരു സിലിണ്ടർ കണ്ടോ ഗൈസ്, നശിപ്പിച്ചോളൂ ഇങ്ങനാക്കി. ഇതിൽ നമുക്ക് നടക്കാനുള്ള സ്പേസ് ആകണ്ടല്ലോ. കാക്കൊന്ന് പിടിച്ചാ മതി. ക്യാമറ ഉള്ളോട്ട് പിടിക്കാൻ പറ്റായിട്ടാ. പിന്നെ വിചാരിച്ച് കിട്ടിയ ചാൻസല്ലേ വീണോട്ടെ. നമുക്ക് പണിഷ്മെന്റ് പണിഷ്മെന്റ് കിട്ടിയ ഞാൻ കഥാർത്ഥയാണ്. ഇനി കൈപ്പക്ക ജ്യൂസ് വേണ്ടല്ലോ. ഇതിൽ നമുക്ക് ശ്രീക്ക് ഗ്രീൻ ചില്ലി സോസ് കൊടുക്കാം. കൈപ്പക്കായി, എരിവായി. എന്ത് ഗ്രീൻ ചില്ലി സോസ് കൊടുക്കാൻ ഓക്ക് കൊടുക്കുന്നതിനുണ്ട്, എനിക്ക് വേണ്ട. അല്ല, നമ്മൾ രണ്ടാളും കൂടിയാണല്ലോ പണിഷ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ രണ്ടാളെ താല്പര്യം നമ്മൾ നോക്കണം. അല്ല, ഞാൻ പറയുമ്പോ ഓളെ താല്പര്യമാണ് മെയിൻ. ഓക്ക് പിന്നെ എന്ത് കിട്ടിയാലും ഓക്കെ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ചില്ലി എനിക്ക് ഓക്കെ അല്ലേ? അല്ലേ, ഈശ്വര. കഴിക്കട്ടെ, മൊത്തം കഴിക്കണം അല്ലേ? പകുതി ആയിട്ട് കഴിക്കാം. എന്നാ പിന്നെ നല്ല എരിവ് പറയാം. ഐസ്ക്രീമോ? വേഗം കഴിച്ചാ കഴിഞ്ഞില്ലേ? എന്നിട്ട് വേഗം പോ, അടുത്ത കണ്ടുപിടിക്കാൻ വരണ്ടേ. ആയുധം പുറത്തേക്ക് വെക്കോ. ശരി. സ്ഥിരാക്കണ്ടോ? ഇത്തവണ അവള് ഭയങ്കര പ്രതികാരദാഹിയായിട്ടായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ആലോചിച്ച് സൂക്ഷ്മമായിട്ട് വേണം തീരുമാനിക്കാൻ. ഇതിൽ എനിക്ക് കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അല്ല, അതിൽ എനിക്ക് വേണേ കയറാൻ പറ്റും. അതിലിനി കയറണ്ട. വേണ്ടല്ലേ? വേണ്ട, അതിലിനി കയറണ്ട. എന്റെ ഒരു അഭിപ്രായത്തില് അതിൽ കയറി. ഇതിൽ കയറി. ഞാൻ അതിൽ കയറട്ടെ. ഇതിലങ്ങനെ നിക്കുന്നു. പെട്ടെന്ന് നിക്കുകയാണെങ്കിൽ 5 നിക്കുന്നായിരിക്കും അവള് വിചാരിക്കുക. എന്താ ചെയ്യണ്ടേ? ഇലു നിന്നാലോ? അല്ല, ഇലു നിക്കണോ? ഞാൻ ഇലിക്കാം. ഞാൻ ഇലിക്കുന്നല്ലേ? നിന്നോ? ഇലിക്ക അല്ല ഇലോ ഒന്ന് പറഞ്ഞു വേണ്ട. ഞാൻ പറയുമ്പോ ഇലിക്കല്ലേ? അതാ നല്ലത്. ഗസ്, ഞാൻ ഈ ബ്ലൂലു 5 എന്നെ ആക്കിയിട്ട് പോയിക്കോ. ഇങ്ങനെ തന്നെ വെച്ചാ മതി. അല്ല, അത് നേരത്തെ വെച്ച മാതിരി അല്ല ഇപ്പൊ വെച്ച്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആയത്. ഇങ്ങനെ നിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇതില് മറ്റേ പോലെ വന്നു കഴിഞ്ഞാല് ഞാൻ തട്ടുന്നത് ഇതിൽ അറിയും. ഗൈസ്, ഞാൻ ഈ ബ്ലൂല് കയറാൻ പോവാണേ. ഞാൻ കറക്റ്റ് സ്ഥലത്ത് എന്റെ കാക്കന്റെ തലയിൽ കൂടെ ഇത് ഇട്ടാ മതി. റെഡി ഗൈസ്? ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തവണെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ഓക്കെ, ഇത്തവണ ഞാൻ വളരെ ആലോചിച്ച് തീരുമാനം എടുക്കും. ശ്വാസം പോലും കേൾക്കുന്നില്ല. ഇതിൽ 2-ലല്ലായിരുന്നു ഒരു നിന്നിട്ടുണ്ടായിരുന്നല്ലേ? മനസ്സിലാവില്ലല്ലോ. ഇതില് പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടോ? 1 മിനിറ്റ് കഴിഞ്ഞല്ലേ? സാരില്ല, 2 മിനിറ്റ് ഒഴിവാക്കിയിട്ടല്ലോ.
എടുത്താലോ ഞാനൊന്ന് ആലോചിക്കാണ് ഗൈസ്. ഈശ്വര ആരുമില്ല, ഞാൻ പിന്നെ കളറാവേണ്ടി വരുമോ? ഈശ്വര, എനിക്കൊരു 2 ചാൻസ് മാത്രമേ ഉള്ളൂ. 1 മിനിറ്റും 15 സെക്കൻഡും ബാക്കി. എവിടെയാന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല ഗൈസ്. എന്റെ തല ഫുള്ള് പോയി. അയ്യോ, ഞാൻ ഇതെന്തായാലും ഒന്ന് സെലക്ട് ചെയ്യാ. അല്ലേ, ഇത് സെലക്ട് ചെയ്യണോ? അല്ല, ഇത് വേണ്ട, ഞാൻ വേറെ ഏതാ സെലക്ട് ചെയ്യാ. ഇതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇത് ഞാൻ പിന്നെയും കളറാവുന്നല്ല, പിന്നെയും കളറാവണ്ട. ഒരു ചാൻസ് 32 സെക്കൻഡ് ബാക്കിയുള്ളൂ. ഞാൻ പിന്നെ കളറായി. പിന്നെ ഓളെന്നെ കള്ളലായി. എത്ര പണിഷ്മെന്റ് എടുക്കുന്നറിയോ? ഇവിടെ നിന്നിട്ട് ഇത് സെലക്ട് ചെയ്യണം. ഞാൻ ഇവിടെ ഇങ്ങനെ നിക്കണ്ടോ, ഇവിടെ ഇവിടുന്ന് അങ്ങനെ വർത്താനം പറയും. എനിക്ക് ടെൻഷനാ. പിന്നെ ഇവിടെ എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ അടുത്തടുത്താണല്ലോ, അപ്പൊ എനിക്ക് അറിയുന്നില്ല ഇതാണോ പറയുന്നത് ഡൗട്ടിൽ ഞാനിത് 2 അടിക്കാന്ന്, ഞാൻ അത് അടിക്കാന്നുള്ള രീതിയിൽ നിന്നിരുന്നു. പിന്നെ എനിക്ക് എന്തോ പെട്ടെന്ന് പച്ച ഡൗട്ട് തോന്നി, ഞാൻ അങ്ങോട്ട് പോയി. ഒരു ആവശ്യമില്ലായിരുന്നു. ഇത് ശ്രീന്റെ ഗെയിം ആയിട്ട് ഇവിടെ പ്രഖ്യാപിച്ചാലോ? ഗൈസ്, നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. തുരുതുരെ ഇങ്ങനെ പണി കിട്ടുന്ന സമയത്ത് ഓക്കെന്നെ ഒരു വിഷമം വേണ്ട. അതുകൊണ്ടാ നമുക്ക് ഇത് ഇങ്ങനെ കുറച്ച് ഡെക്കറേഷനിലൊക്കെ ഇടാം. അത് ശരി. അല്ലാണ്ട് നമുക്ക് പൗഡർ ഇട്ടല്ലേ, ഞാൻ അംഗനവാടിയിൽ അയക്കാൻ വേണ്ടിട്ടല്ലേ. മൂക്കിലധികം വേണ്ട, തുമ്മും. പിന്നെ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയും. ഞാൻ അതാണെന്നാ പ്രതീക്ഷിച്ചത്, പിന്നെ മറന്നുപോയെന്ന് വിചാരിച്ചു. ഓർപ്പിച്ചതിന് നന്ദി. അതെ, അത് നോക്കൂടെ കണ്ടിവിടെ ഇങ്ങനെ ഇങ്ങനെ വേണ്ടല്ലേ. ഒരേ ഇപ്പൊ റെഡി ആയി തോന്നുന്നു. ഇത്ര മതി ഗൈസ്, റെഡി ആയിട്ടുണ്ട്. പിടിച്ചേ, നീ ഷാമി തന്നെ. നല്ല കൈ എന്നെ കിട്ടി കഴിയുമ്പോൾ കിട്ടിക്കൊണ്ടേ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ പോയിട്ട് ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിട്ട് വരാം. അതെ, ഇപ്പൊ പ്രതീക്ഷ വെറുതെ പറയുന്നുള്ളൂ. നേരത്തെ കണ്ടുപിടിക്കുന്നുള്ള വാശിയായിരുന്നു. ഞാനിപ്പോ ഇതിലൊളിച്ച് അതിലൊളിച്ച് ഞാൻ അതിലൊളിച്ചല്ല, ഞാൻ ഇതിലോ അതിലോ ആട്ടോ ഒളിച്ചത്. ഇനി നമുക്ക് ഞാൻ ഇതിലൊളിച്ചാലോ? ഞാനത് സെലക്ട് ചെയ്യൂ. നല്ലൊരു സാധനമായിട്ട് തോന്നിക്ക്. ആണോ? ഈ എന്നെ വിളിച്ചോ? ഞാൻ അടുത്തടുത്ത് വിളിക്കണോ? അടുത്തടുത്ത് വിളിക്കണ്ടേ ഇപ്രാവശ്യം? വേണ്ട, ദൂരം വിട്ടോ. ഒന്നെങ്കിൽ 2 പിങ്കിലിക്കാം. വേണ്ട, അത് വേണ്ട, എനിക്ക് വേണ്ടിയാ. അത് വേണ്ട, ശരി 5 പിങ്കിലും. അത് ഓളിനെ പറ്റിച്ചല്ലോ. എന്തായാലും ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് കണ്ടുപിടിക്കാൻ എനിക്ക് ഒളിച്ചു മതിയായി. ഇത് ഷാമി പറഞ്ഞിട്ട് ഞാൻ വിളിക്കാണ്. അല്ലേ 5 അല്ല ആദ്യം പറഞ്ഞത് നല്ലത്. അത് അണക്ക് നല്ലതാണ്. എനിക്കത് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അണക്ക് നല്ലതാണെന്നാ തോന്നിയത്. ഇനി നിന്നപ്പോ തൽക്കാലത്തിന് പിടിക്കാണോ പിടിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഞാൻ സെറ്റ് ആയി സെറ്റ് ഗൈസ്, ഞാൻ പ്രതികാരദാഹിയായി വീണ്ടും വന്നിരിക്കുകയാണ്. ഈ റൗണ്ടിൽ ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം കേട്ടോ. ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ഇത്തവണ കാര്യങ്ങൾ ചെയ്യുള്ളൂ ഗൈസ്. 5 ചിലപ്പോൾ ഈല് കയറി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇത് ഫസ്റ്റ് സെലക്ട് ചെയ്യണം ഗൈസ്. ഈശ്വരാ, അത് ഞാനും കൂടെ നശിപ്പിച്ചത്. അടുത്തതിരിപ്പോ ഏതാ? 1 മിനിറ്റ് കഴിഞ്ഞു. ഒരു പർപ്പിളല്ലേ പോയത്? അപ്പൊ പർപ്പിള് ഇതിനെന്തോ ഒരു പ്രശ്നം. ഞാൻ ഇത് സെലക്ട് ചെയ്യണം ഗൈസ്. എന്തിനാണ് അതൊക്കെ ആരെങ്കിലും ഒരാളെ കിട്ടിയ സന്തോഷമായിരിക്കും. സത്യം, ഞാൻ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചത്. 5 എന്താ അടുത്ത റൗണ്ടിലേക്ക് ഇനി നമുക്ക് പോകണ്ടേ? പണിഷ്മെന്റ് എടുക്കണ്ടേ? ഞാൻ അടുത്തോളാം. 1 കിട്ടിയിട്ടുണ്ട്. ഇനി 1 കൂടി അതൊക്കെ പറ്റുമെങ്കിൽ മറ്റോളെ കണ്ടുപിടിക്കണേ. 2 ആളെ
കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാൻ ചാൻസിൽ ഞാൻ എങ്ങനെ ഉണ്ടാവും തന്നെ കണ്ടുപിടിക്കാനാണ്. ഇവര് സെയിം കളറിൽ നിൽക്കാൻ ചാൻസ് ഇല്ലേ? ഈ പിങ്ക് രണ്ടെണ്ണേ ഉള്ളൂ. ഹാസത്തിലേക്കാണ് നിന്റെ ലാസ്റ്റ് 7 സെക്കൻഡേ ഉള്ളൂ. 6 ഒന്നിനെ കിട്ടിയില്ലേ? ഇനിയിപ്പോ ഞാനിത് ഞാൻ ആ പിങ്കില് 5 ഈ പിങ്കില് പറഞ്ഞിട്ട് ഞാനിപ്പോ ഫസ്റ്റ്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഒളിച്ചൊളിച്ച് മതി. ഇപ്പഴെങ്കിലും കണ്ടുപിടിച്ചാലോ. ആണല്ലേ? അങ്ങനെ സന്തോഷമുണ്ട്. ഏതാ 5ക്ക് പണിഷ്മെന്റ് എടുക്കും? എനിക്ക് ഞാൻ കടന്നുപോയ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകണം ഭയങ്കര ആഗ്രഹം. എന്നോട് പൗഡർ വേണ്ട, വെള്ളം നിറഞ്ഞതാണത്. കൈപ്പക്കായിരിക്കും. എനിക്ക് തന്ന അത്ര തന്നെ ആയിക്കോട്ടെ. അളവൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഷാമി. അത് ഞാൻ മറക്കൂല. 5ക്ക് കഴിഞ്ഞ ഫസ്റ്റ് വാർത്ത തന്നെ അധികം പണിഷ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം കിട്ടട്ടെ. ആയിക്കോട്ടെ, തുടങ്ങിയല്ലോ. ഞാൻ കുടിക്കാണേ. കുടിച്ചൂടെ അങ്ങോട്ട്. അയ്യോ, ഈ കയ്പക്കേക്ക് നല്ല എന്തൊരു സ്പെഷ്യാലിറ്റി അത് ഭയങ്കര സ്ട്രോങ് ആ. കണ്ടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസം. ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിൽ നിന്ന് ശ്രമിക്കുന്നതാണ്. ഇതുവരെ ഞാൻ ആവാത്തോണ്ട് എനിക്ക് അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ഇതിൽ ഞാൻ ഷാമിനെ കൂടെ കയ്പൊക്കെ കുടിപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ പുറത്തെ പോണേ. ഞാനും ഓള് കുടിച്ച് ഈ കുടിച്ചിട്ടില്ല. നമ്മളെല്ലാത്തിലും ഒറ്റക്കെട്ടല്ലേ. അപ്പൊ ഈ കയ്പൊക്കെ ജ്യൂസ് കുടിക്കണം. എനിക്ക് ഇന്നെ കണ്ടുപിടിക്കരുത്. എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് എനിക്ക് ഇനിയിപ്പോ ഷാമി നേരത്തെ അതിൽ നിന്നല്ലേ? ഞാൻ നിന്നിരുന്നു. ചിലപ്പോ സെലക്ട് ചെയ്യില്ല. അത് ചിലപ്പോ ഞാൻ പറഞ്ഞിട്ട് നിക്കണ്ട. അല്ല, എനിക്കെന്നെ തോന്നുന്നുണ്ട്. അതോ ഇതിലോ ഇതിൽ രണ്ടിലോ ഏതെങ്കിലും ഇതിൽ നിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അപ്പൊ അതായിരിക്കും നല്ലത്. ഇതിൽ നിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പോ ഇതിൽ നിക്കുന്ന് വിചാരിക്കൂല. എന്നാ പിന്നെ ഇരുന്നോ. ഞാൻ ഉള്ളിലാക്കി. ഷാമി കുറച്ച് ചളിഞ്ഞ പോലെ വെക്ക്. ഇതിപ്പോ ചളിങ്ങിയ പോലെ ഉണ്ട്. ഒരിത്തിരി അങ്ങോട്ടും അങ്ങോട്ടും ആയി കഴിഞ്ഞാൽ ശ്രീന്റെ കൈയും കാലൊക്കെ കാണും. ഇതിൽ നിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഞാൻ ഫ്രണ്ട് ഒന്ന് ചളിക്കിയ പോലെ ആക്കട്ടെ. ഞാൻ ഈ യെല്ലോ ഇടുന്നാലോ? നേരത്തെ ഞാനും കൂടെ ഡിസ്കസ് ചെയ്തത് ഈ യെല്ലോ ആണ്. അപ്പൊ ഈ യെല്ലോ സെലക്ട് ചെയ്യും. ഇപ്പോൾ അല്ല, ഈ ഗ്രീൻ വേണോ? ഈ ഗ്രീൻ നിൽക്കല്ലേ? അല്ല, ഈ യെല്ലോ നിൽക്കണോ? ഗ്രീൻ നിൽക്കണോ? ഗ്രീൻ ഗ്രീൻ ഗൈസ്, ഞാൻ ഈ ഗ്രീനിൽ ഓടിക്കാൻ പോകണം. എവിടെയാ ഗ്രീൻ? ഇവിടെ തൊട്ടടുത്തുണ്ട് ഗ്രീൻ. ഇതിൽ 5 കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഞാൻ കയ്പൊക്കെ ജ്യൂസ് എന്തായാലും കുടിക്കേണ്ടി വരും. റെഡി ഗൈസ്. ഇവിടുന്ന് നോക്കി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. Your time starts now. തുടങ്ങിയോ? ഇത് ഇത്ര അടുത്തല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തോ അടുത്ത് നിൽക്കുന്ന പോലൊരു തോന്നൽ. അവിടെ എനിക്കൊരു സംശയമുണ്ട്. സമയം 2 ചെല്ലു. 1 മിനിറ്റ് കഴിഞ്ഞാണ്. അത്രേ ഉള്ളു. 2 മിനിറ്റ് ഉണ്ടല്ലേ? ഇതെല്ലാം ഒരുവിധം ഞാൻ നിന്നതുകൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അതാണ് ഇപ്പൊ സംഭവം. ഞാൻ നേരത്തെ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ അതല്ലേ? അതന്നെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഇല്ല അല്ലേ? ഇല്ല കൈസയിലില്ല. ഓ, ഇനി 2 ചാൻസും കൂടെ ഉള്ളൂ. 2 ചാൻസും കൂടെ ഉള്ളൂ. ഒത്തിരി ഞാൻ കണ്ടുപിടിച്ചില്ല. നാണക്കേടായി പോവും. ഒന്നും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലല്ലേ? ലക്ക് പോലെ എന്തെങ്കിലും കിട്ടാന്നല്ലാണ്ട്. 1.5 മിനിറ്റ് കഴിഞ്ഞ്. 1.5 മിനിറ്റ് കഴിഞ്ഞ്. എന്നാലും ഇനി 1.5 മിനിറ്റ് ഇല്ലേ? ഞാൻ ഇത് സെലക്ട് ചെയ്താലോ? അത് വേണ്ട, എനിക്ക് ഇഷ്ടമായില്ല. ഇവിടെ തന്നെ ഒന്ന് നോക്കട്ടെ. ഈ പച്ച വയസ്സ്. ഇനി പച്ചയും വേണ്ട. പച്ച വേണ്ട. ഇത് ഈ യെല്ലോ. അയ്യോ ഇല്ല. അയ്യോ, ഒറ്റ ചാൻസ് കൂടെ ഉള്ളൂ. ചാൻസ് 1 മിനിറ്റ് ഉള്ളൂ. 1 മിനിറ്റോ? ലാസ്റ്റ് 30 സെക്കൻഡ്. ആയില്ലേ? ആയി. ഇത് രണ്ടും ആയിരിക്കും, അല്ലെങ്കിൽ ഇതും ആയിരിക്കും. ഞാൻ എന്തായാലും ഇതിന് കൊടുക്കാം കേട്ടോ.
ഞാൻ പ്രതീക്ഷിച്ചില്ല അടിക്കില്ല. അനക്ക് നന്നായി. ഞാൻ ഇവിടെ വന്ന് കൊറേ നോക്കി, എനിക്ക് ഇത് എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ പച്ചയിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു കുടിക്കല്ലേ. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ശ്രീ കുടിച്ചു, ഞാനും കുടിച്ചു. ഇനി ഇവളും കൂടെ കുടിക്കാളൂ. ഞങ്ങള് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങളോട് പറഞ്ഞു 5 ഇത് 2 കൈപ്പൊക്കെ ജ്യൂസ് ഞാൻ കുടിക്കേണ്ടി വരും. അതെ, അതെന്നെ സംഭവിച്ചു. കറക്റ്റ് അളവ് ഞങ്ങള് കറക്റ്റ് സിലിണ്ടർ പച്ചക്കൈപ്പൊക്കെ. അതെ കുടിച്ചോളൂ. ഞാൻ ആ മഞ്ഞൾ ഒളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കുടിക്കേണ്ടി വരും. ഞങ്ങള് കുടിച്ചതിന്റെ ആ വീര്യം എനിക്ക് മനസ്സിലാവും. ചില്ലറ കയ്പൊന്നുമല്ല അതിനുള്ളത്. ഇത്ര ഭീകരായിരുന്നു നമ്മള് മനസ്സിലാക്കിയില്ല. അടിപൊളി കൈപ്പൊക്കെ ജ്യൂസാണ്. ഒന്നും പറയാം. അല്ല, അതിന്റെ അടിയിൽ കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഐശ്വര്യമായിട്ട് 5 കൊടുത്തേ. നീ തന്നെയാട്ടെ എല്ലാ കള്ളലും. ചെറിയൊരു ഉപ്പിന്റെ ഫീലിംഗ് എനിക്കറിയില്ല. ഭയങ്കര വീരുള്ള കൈപ്പ് കേട്ടോ. ഞാൻ പോയിക്കോ, ഞങ്ങൾ വിളിക്കട്ടെ. ഇതിൽ നിൽക്കാം. ഇപ്പൊ എന്തായാലും സെലക്ട് ചെയ്ത സ്ഥിതിക്ക് ഓള് നിന്നല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ വിചാരിക്കും തോന്നുന്നില്ല. എന്തായാലും ഞാൻ ഇതിൽ കേട്ടോ. ആയിക്കോട്ടെ. നീ അല്ല നിൽക്കുക. ഞാനോ? എനിക്ക് ഒന്നുകിൽ ആ മഞ്ഞ, അതല്ലെങ്കിൽ ഈ പച്ച. പച്ച അടുത്തടുത്ത് നിൽക്കാം. അയ്യോ, അല്ല നേരത്തെ ഓളായിരുന്നു നിന്നതാ. വിചാരിക്കൂ, ചിലപ്പോ വിചാരിക്കൂല്ലേ. ചിലപ്പോ വിചാരിക്കും. വിശ്വസിക്കാൻ പറ്റില്ല. മഞ്ഞൾ നിൽക്കല്ലേ. പിന്നെ സ്ത്രീ അത്ര കഷ്ടപ്പെട്ട ആ മഞ്ഞൾ നിൽക്കുന്ന അവള് വിചാരിക്കൂല. അതൊന്നും കുറച്ച് കഷ്ടപ്പാടല്ലേ. കഷ്ടപ്പാടില്ല. ഞാൻ പോകുന്നു ഗൈസ്, ബൈ. സെറ്റ് കണ്ടുപിടിക്കാൻ ചാൻസ് ഇല്ലാത്ത ഏതേ പറഞ്ഞു. ഇതോ എന്താ എന്റെ ചോയ്സ്? ഇത് നിൽക്കല്ലേ. അങ്ങനെ കുറച്ച് നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും കള്ളനായിരിക്കാണ്. റെഡി? 3, 2, 1 start. ഇതില് ഞാൻ കണ്ടുപിടിക്കും. എന്തായാലും ഞാൻ കണ്ടുപിടിക്കും. ആ മഞ്ഞയ്ക്ക് കുറച്ച് നീറ്റ് ഉണ്ടോ എന്നൊരു സംശയം. ആദ്യം ഞാൻ എല്ലായിടത്തും കൂടെ നടക്കട്ടെ. ഞാൻ പ്രതികാരദാഹിയാണ് ഗൈസ്. ആ കയ്പൊക്കെ ജ്യൂസ്. ഞാനിപ്പോ അടുത്ത് കൂടെ പോകുന്ന സമയത്ത് വരെ ഇങ്ങനെ പേടിക്കുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിലിരുന്നിട്ട്. ഈ പിങ്കിനൊരു കുഴപ്പമില്ലേ ഗൈസ്? ഫസ്റ്റ് ഞാൻ ഈ പിങ്ക് സെലക്ട് ചെയ്യാം കേട്ടോ. എനിക്ക് എന്തോ ഇതിങ്ങനെ ഒരു ഒടിച്ചു മടക്കി വെച്ചൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഇതിന് തോന്നുന്നത്. അടിക്കട്ടെ. ഇല്ല, എനിക്ക് ഒരു 2 ചാൻസ് ബാക്കിയുണ്ട് ഗൈസ്. അടുത്തത് ഞാൻ ഇത് സെലക്ട് ചെയ്യണോ? ആ ബ്ലൂ ഇതുവരെ ആരും നിന്നില്ലല്ലോ. ഞാനല്ലേ നിന്നുള്ളൂ ആ ബ്ലൂല്. ഈ യെല്ലോ രണ്ടാമതായിട്ട് ഞാൻ ഈ യെല്ലോ സെലക്ട് ചെയ്യണം ഗൈസ്. അയ്യോ, പെട്ട് നീറ്റാക്കി വെച്ചുണ്ടോ? എനിക്ക് ഈ ബ്ലൂവിൽ എന്തോ ഒരു സംശയം ഉണ്ട്, പക്ഷെ ഒരു ധൈര്യമില്ല. എന്താ സൗണ്ട് ആയിട്ട് പോലെ തോന്നി. ലാസ്റ്റ് 1 മിനിറ്റ് ബാക്കി. ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഒരു സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഞാൻ ഈ ബ്ലൂ സെലക്ട് ചെയ്യാണ് കേട്ടോ. അയ്യേ, കാര്യമായിട്ട് വന്നതാണ് ഗൈസ്. ഞാൻ രക്തദാഹിയാണ്, പ്രതികാരദാഹിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട. ഇതെന്താ ഇറങ്ങണ്ടേ? ഇറങ്ങി എന്നിട്ട് വേണം പണിഷ്മെന്റ് കൊടുക്കാൻ. ചോപ്പയാണ് വേണ്ടത്. എന്നോട് സഹകരിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നിട്ടൊക്കെ. ഇത് ഈ സൈഡ് ഞാൻ ചെയ്യാം, ആ സൈഡ് ചെയ്യുന്നു. ഒന്നിച്ചങ്ങോട്ട് അടിച്ചേ.
നല്ല തണുപ്പ്. ഏയ്. അടിപൊളി. സന്തോഷായോ? എത്ര അടിച്ചത്? അത്രയൊന്നുമില്ല, മുഖത്ത് കുറച്ചേ വന്നിട്ടുള്ളൂ. മുഖത്ത് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ അപ്പൊ guys, ഈ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. 5 റൗണ്ട്സ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഉള്ളത്. ആദ്യം ഞാൻ കള്ളനായി, പിന്നെ ലാസ്റ്റ് ഞാൻ കള്ളനായി, പിന്നെ 2 കള്ള ശ്രീയായി, പിന്നെ ഞാൻ ഒരൊറ്റ കള്ളനായി. ഇത് പോയി guys. നമ്മുടെ റൗണ്ട്സ് പോയിട്ടുള്ള എന്തായാലും നല്ല അടിപൊളി ചാലഞ്ച് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ തന്നെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതിന് this is ശ്രീലക്ഷ്മി. This is Shamya. This is Sanjita. Signing off.